ദൈവം എൻ്റെ കുടുംബത്തിലെ ആഗ്രഹം സാധിപ്പിക്കാൻ പോവുക, എൻ്റെ തലമുറയുടെ ആഗ്രഹം സാധിപ്പിക്കാൻ പോവുക. ഞാൻ പ്രവചിച്ചു പറയാം, നിൻ്റെ വീട്ടിൽ ലൈവായിട്ട് ചില കാഴ്ച നീ കാണാൻ പോവുക. ദൈവം നിൻ്റെ ആഗ്രഹം യേശുവിൻ്റെ നാമത്തിൽ നീ ആഗ്രഹിച്ചത് നടക്കാൻ പോവുക. നിൻ്റെ കുഞ്ഞിനെ കുറിച്ച് ആഗ്രഹിച്ചത്, നിൻ്റെ വീടിൽ സ്തോത്രം, ആഗ്രഹിച്ചതൊക്കെ എഴുതണം. ബൈബിളിൻ്റെ പുറത്ത് എഴുതി ഒട്ടിക്കണം, ഭിത്തിയിൽ എഴുതി ഒട്ടിക്കണം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പം പറയണം, അമ്മി എൻ്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക. ഫസ്റ്റ് ഭയങ്കര പോരാട്ടമാണ്, അതിന് കരഞ്ഞുകൊണ്ടിരിക്കുക. ശത്രു എതിരെയാണ് ഉണ്ട്, ആർക്കെതിരെയാണ് ഇല്ലാത്ത മിണ്ടുന്നില്ല. പക്ഷെ ഒരു സന്ദേശം പറയാം, ഇതൊന്നും ഓർത്ത് നീ വ്യാകുലപ്പെടരുത്. അമ്മി ദൈവത്തിന് സ്തോത്രം, മറിച്ച് ദൈവത്തിൽ രസിക്കണം, ദൈവത്തിൽ സന്തോഷിക്കണം. എത്ര പേര് ആമീൻ പറയും? ഇന്നെന്തോ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയാം, നീ സന്തോഷിക്കാൻ തയ്യാറാണെങ്കിൽ നീ ആഗ്രഹിച്ചതിനേക്കാൾ അധികം. നിങ്ങൾ ശ്രദ്ധിച്ചേ, സക്കായി ആഗ്രഹിച്ചത് യേശുവിനെ കാണാനാ. പക്ഷെ യേശു ചെയ്തതേക്കാൾ ആഗ്രഹിച്ചവൻ്റെ വീട്ടിൽ പോയി യേശു. അങ്ങനെ അന്ന് FSC ലേഖനത്തിലെ വാക്യം കൂട്ടി വായിക്കണം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ കാര്യം നീ കാണാൻ പോവുക. നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ കാര്യം നീ അനുഭവിക്കാൻ പോവുക. നീ ആഗ്രഹിച്ച നിന്റെ അകത്തെ മനുഷ്യനൊന്ന് സടകുടഞ്ഞ് എഴുന്നേക്കട്ടെ. നീ ആഗ്രഹിച്ചതുപോലെ